ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് മുതൽ കുറ്റ്യാടി വരെ പോകുന്ന സ്റ്റേറ്റ് ഹൈവേ ഉണ്ടല്ലോ, ആ റോഡിൽ പൂളാടിക്കുന്ന് മുതൽ അത്തോളി വരെയുള്ള റോഡിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ആ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡ് കൂടിയാണ്. കാരണം അത് കുറ്റ്യാടിക്ക് പോകുന്ന റോഡായതുകൊണ്ട് തന്നെ അവിടെ അത്തോളി, അതേപോലെ തന്നെ ഉള്ളിയേരി, പേരാമ്പ്ര, കുറ്റ്യാടി ഭാഗത്തൊക്കെ ഒരുപാട് വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട്. അത് മാത്രമല്ല കുറ്റ്യാടി റൂട്ട് ബസ്സും ഈ വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബസ്സുകൾ ആ റൂട്ടിൽ കടന്നു പോകുന്നുണ്ട്. അത് മാത്രമല്ല ചെറിയ വീതി കുറഞ്ഞ റോഡ് കൂടിയാണ്. അപ്പൊ ഈ റോഡിന്റെ വിശേഷങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണാം. അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലത്തെ എല്ലാ വീഡിയോകളും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ അത്തോളി ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഇപ്പം നിൽക്കുന്നത് ഈ NH66 സർവീസ് റോഡാണ്. അതായത് ഇപ്പം പൂളാടിക്കുന്ന് ജംഗ്ഷനാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് തിരിയുന്നത്. നമ്മൾ വരുന്നത് ബംഗളം സൈഡിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ നമ്മുടെ ഈ അത്തോളി, അതുപോലെ തന്നെ ഉള്ളിയേരി, പേരാമ്പ്ര, കുറ്റ്യാടി വഴി പോകുന്ന റോഡാണ്. അപ്പൊ നമ്മൾ ആ റോഡിലേക്ക് കയറിട്ടോ. ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പാവങ്ങാട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പഴയ NH17 ഉണ്ടല്ലോ, അവിടുന്ന് പാവങ്ങാട് എത്തിക്കഴിഞ്ഞാലാണ് ഈ റോഡിലേക്ക് നമ്മൾ ചേഞ്ച് ആകുന്നത്. അതായത് ഈ കുറ്റ്യാടി റോഡിലേക്ക്. അപ്പോൾ ഇതിപ്പം കറക്റ്റ് എന്താ പറയുക, പൂളാടിക്കുന്നാണ് സ്ഥലം. അപ്പൊ നമ്മള് ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് അത്തോളി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം ഒരു 2 വണ്ടിക്ക് പോകാനുള്ള വീതിയുള്ള റോഡ് തന്നെയാണ്, കുഴപ്പമില്ലാത്ത വഴി തന്നെയാണ്. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീതി വളരെ കുറവാണ്. കണ്ടോ, ഈ ബസ്സൊക്കെ കണ്ടോ? കാരണം ഒരുപാട് കുറ്റ്യാടി ബസ്സുകൾ, ഈ കുറ്റ്യാടി കോഴിക്കോട് ബസ്സുകളൊക്കെ ഈ റൂട്ടിലൂടെയാണ് പോകുന്നത്. ഇതാണ് പൊറക്കാട്ടേരി പാലം. ഈ പാലം എന്ന് പറഞ്ഞാൽ സാധാ റോഡിന്റെ അത്ര വീതി ഇല്ല, കാരണം കുറച്ച് വീതി കുറവാണ്. 2 വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റിയെങ്കിലും 2 ബസ്സൊക്കെ ഒരുമിച്ച് പോകുന്ന സമയത്ത് കഷ്ടിച്ച് പോകേണ്ടി വരും. അത്രയും വീതി കുറവാണ് ഉണ്ടാക്കിയത്. ഇത് പൊറക്കാട്ടേരിയാണ് സ്ഥലം. പൊറക്കാട്ടേരി ടൗൺ ആണ് കേട്ടോ ഇത്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, മുഴുവന് ഒന്നാമത് ഈ റോഡ് മുഴുവനും ടൗണുകളാണ്, ചെറിയ ചെറിയ ടൗണുകൾ, എല്ലാ സ്ഥലത്തും ഇടവിട്ട് ടൗണുകളാണ്. അപ്പൊ അത്ര ആളുകള് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ വാഹനങ്ങൾ അതേപോലെ തന്നെ നടക്കുകയൊക്കെ ചെയ്യുന്ന റോഡാണിത്. പിന്നെ അത് മാത്രമല്ല, ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ഹൈവേ ആണ്, അതായത് സ്റ്റേറ്റ് ഹൈവേ ആണ്. ഇവിടുന്ന് നേരെ ഈ കുറ്റ്യാടി, പേരാമ്പ്ര, ഉള്ളിയേരി, അത്തോളി, അതേപോലെ തന്നെ നേരെ ഈ വയനാട്ടിലേക്കൊക്കെ തൊട്ടിൽപ്പാലം വഴിയൊക്കെ പോകുന്ന ഈ റോഡ് വഴിയായിരിക്കും. അപ്പോൾ അത്രയും എന്താ പറയാ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡായതുകൊണ്ട് തന്നെ എന്താ പറയാ അത്യാവശ്യം തീരെ നല്ല വീതിയുമാണ് ശരിക്കും ഇവിടെ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ തീരെ വീതിയും ഇല്ല. കണ്ടോ, ഓരോ കയറ്റങ്ങളും അതേപോലെ നല്ല വളവുകളൊക്കെ ഈ റോഡിലുണ്ട്. ഇപ്പൊ കുറ്റ്യാടി ബസ്സൊക്കെ പോകുകയാണെങ്കിൽ നല്ല സ്പീഡിലാണ് അവർ പോകുന്നത്. ഇപ്പൊ അവിടുന്ന് ഒരു ബസ് വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ബസ് പോകുന്നത്. അതായത് നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും വീതി കുറവാണ് ഈ റോഡിന്. ഇവിടെ കണ്ടോ, നല്ല വളവായ റോഡ്. പക്ഷെ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള റോഡാട്ടോ. അതായത് ടാറിങ് ഒക്കെ നല്ല അടിപൊളിയിൽ ചെയ്തിട്ടുണ്ട്. എവിടെയും കുണ്ടും കുഴിയില്ല, പാച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ റോഡിന്റെ വീതിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇവിടുന്നൊക്കെ ഒരു വണ്ടി ഒക്കെ പെട്ടെന്ന് കയറുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് വേറൊരു ടൗൺ ആണ്, ചെറിയ ടൗണ്, കച്ചേരി. അതായത് നേരത്തെ പൊറക്കാട്ടേരി ആയിരുന്നു കഴിഞ്ഞാൽ, ഇതിപ്പോ കച്ചേരി ടൗൺ. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതും പറഞ്ഞ പോലെ അത്രയും വീതി കുറഞ്ഞ, ചില സ്ഥലത്തൊക്കെ കുറച്ച് കുഴപ്പമില്ലാത്ത വീതി ഉണ്ട് കേട്ടോ. പക്ഷെ ചില സ്ഥലത്ത് തീരെ വീതി ഉണ്ടാവില്ല. നിരന്തരം അത്രയും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടേ. നമുക്ക് ഇത് പറമ്പത്തെന്ന് പറയുന്ന സ്ഥലമാണ്. എന്താ പറയാ, ഇത് അത്യാവശ്യം ഒരു വലിയ ടൗൺ തന്നെയാണ്. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ടൗണാണ്. ഇവിടുന്നൊക്കെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡ് കടന്നു പോകുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഇങ്ങനെ വണ്ടികൾ കയറുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതി കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായിരിക്കും ഇതിങ്ങനെ കിടക്കുന്നത്. കാരണം 2 സൈഡിലും കടകളാണ്. അത്രയും റോഡിനോട് ചേർന്നിട്ടാണ് കടകൾ നിൽക്കുന്നത്.
തന്നെ വീതി കൂട്ടാന്ന് പറയുമ്പോൾ അത്രയും കടകൾ ഒഴിപ്പിച്ച് അതേപോലെ തന്നെ വീടുകളും കാര്യങ്ങളൊക്കെ ഈ റോഡിലുണ്ട്. അപ്പൊ അവരൊക്കെ ഒഴിപ്പിച്ച് എന്താ പറയാ പുതിയ റോഡ് എടുക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഗവൺമെന്റ് കാര്യമായിട്ട് എന്തെങ്കിലും തീരുമാനിക്കണം. കാരണം ഈ വളവെന്നൊക്കെ റോഡൊക്കെ കടക്കാൻ നോക്കുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ വളവിലും പോക്കറ്റ് റോഡുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കയറുന്ന സമയത്ത് അത് ഭയങ്കര എന്താ പറയാ എതിരെ വരുന്ന വണ്ടികൾ കാണില്ല. അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ ഈ വഴിയിലുണ്ട്. വളവും തിരിവുകൾ തന്നെ കൂടുതലുള്ളത്. ഇതിപ്പോ അണ്ടിക്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഇതും എന്താ പറയാ ചെറിയൊരു ടൗൺ ആണ്. ആ ഒരു ബസ് വന്നുണ്ടോ KSRTC. എന്റെ മോനെ, അതായത് ആ കാറുകാരൻ അത്രയും ഒതുക്കി കൊടുത്തതാണ്. കാരണം അങ്ങനെയാണ് അവരെ ഓവർടേക്ക് ചെയ്തിട്ട് ആ KSRTC വന്നത്. കാരണം നമ്മള് അത്രയും സൂക്ഷിച്ച് ഓടിക്കണം. കാരണം എങ്ങനെയാ അവര് KSRTC പ്രത്യേകിച്ച് ഇതേപോലെ തന്നെ ലിമിറ്റഡ് ചോപ്പ് നിറത്തിലുള്ള ബസ്സുകളില്ലേ, ഇവരാണ് ഭയങ്കര എന്താ പറയാ തോന്നിയ പോലെ ആയിരിക്കും കയറി. ഇപ്പൊ ഒരു കാറ് കയറിയിടുന്നുണ്ടല്ലേ, ഇതൊക്കെ എന്താ പറയാ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമ്മള് ഇങ്ങനെ കയറി വരാതെ വേറെ വഴിയില്ല. കാരണം പക്ഷെ എതിരെ വരുന്ന വണ്ടികൾക്ക് അത് ഭീഷണിയാവും. ഭയങ്കര ബുദ്ധിമുട്ടാണത്. നമ്മള് മാക്സിമം സൂക്ഷിച്ച് ഓടിക്കുക, അതന്നെ നടക്കുള്ളൂ. എന്തായാലും ഈ വഴി പോകുന്ന ആളുകൾക്ക് ഇത് അധികം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ കുറ്റ്യാടി കോഴിക്കോട് ബസ്സുകളാണ്. പേരാമ്പ്ര കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലോടുന്ന ബസ്സുകൾ. പിന്നെ കുറെ പെട്രോൾ പമ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ റോഡിനോട് ചേർന്നിട്ട് തന്നെ നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതായത് കുറെ സ്ഥലത്ത് നല്ല തണലുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ എന്താ പറയാ നല്ല തണലത്ത് യാത്ര, ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നല്ല സുഖമായിട്ട് അധികം വെയിൽ കൊള്ളാതൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. എല്ലാ സ്ഥലത്തും മരങ്ങളുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇനി റോഡ് പണിയണമെങ്കിൽ ബൈപ്പാസ് ആക്കിയിട്ട് വേറെ റോഡ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ കാരണം ഈ വഴികളൊക്കെ മുഴുവനും തൊട്ടടുത്ത കടകളില്. കാരണം ഇത്രയും കടകൾ ഒഴിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. കാരണം ഇവിടെ ഏറ്റവും നല്ലത് ഈ റോഡില് ബൈപ്പാസ് റോഡുകളായിരിക്കും. ഇപ്പൊ നല്ല സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് ബൈപ്പാസ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോ അത്താണി എന്ന് പറഞ്ഞ സ്ഥലമാണ്, അത്തോളിക്ക് അടുത്തായിട്ടുള്ള അത്താണി. ഇവിടെ ഇതും ചെറിയൊരു ടൗൺ ആണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലോണം വാഹനങ്ങൾ കടന്നു പോകുന്നൊക്കെ ഒരു ടൗണാണ്. കാരണം രണ്ട് ഭാഗത്തേക്കും ഓരോ സ്ഥലങ്ങൾ പോകുന്നുണ്ട്. പോക്കറ്റ് റോഡുകൾക്ക് കണ്ടോ. കൂടെ കൂടെ വളവുകളും തിരിവുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇവിടുന്ന് ഇപ്പോ എന്താ പറയാ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം അത്തോളി എന്ന് പറഞ്ഞ സ്ഥലം എത്തി. അത്തോളി അതായത് അത്യാവശ്യം വലിയ ടൗൺ ആണ്. അപ്പൊ ഈ അത്തോളി ആ ജംഗ്ഷൻ കണ്ടോ വണ്ടികളൊക്കെ തിരിയുന്നത്. അവിടുന്ന് ലെഫ്റ്റിലേക്ക് നേരെ തിരുവങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. തിരുവൂർ നിങ്ങൾ കാപ്പാടൊക്കെ അറിയില്ല. അപ്പൊ കാപ്പാട് ബീച്ചിലേക്ക് ഈ വഴിയാണ് ആ ലെഫ്റ്റ്. ഇപ്പൊ കഴിഞ്ഞ ലെഫ്റ്റിലൂടെയാണ് പോകുക. തിരുവങ്ങൂര് കാപ്പാട് പിന്നെ ഹൈവേയിലേക്ക്, അതായത് NH66 ഉണ്ടല്ലോ നമ്മളെ പുതിയ 6 വരി, അതിലേക്കൊക്കെ ആ വഴിയാണ് പോവുക. ഇതിപ്പോ അത്തോളി ടൗൺ. ഇവിടെയൊക്കെ നല്ല ആളുകൾ അതേപോലെ തന്നെ വാഹനങ്ങളൊക്കെ ഉള്ള ടൗൺ ആണ്. കാരണം ഇത്രയും എന്താ പറയാ കടകളും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ഉണ്ട്. നമുക്കൊരിക്കലും ഈ റോഡിൽ കൂടി സ്പീഡിലോ അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല. കാരണം എപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് തന്നെ അത്രയും പതുക്കെ സൂക്ഷിച്ച് വേണം ഈ റോഡുകളിലൂടെ പോകാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ടാണ് അത്ര തിരക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തത്. സൺഡേ ആയിട്ടും ബ്ലോക്ക് ഉണ്ട് കേട്ടോ. കാരണം ഈ ടൗണിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. നോർമലി സൺഡേ അല്ലാത്ത ദിവസങ്ങളിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവും. ഇതിപ്പോ എന്താ ബ്ലോക്കുള്ള അറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ റോഡ് നോക്ക് നിങ്ങൾ ശരിക്കും ഒരു മുന്നിൽ ഒരു കാറ് പോകാനുള്ള വീതി മാത്രമുള്ള ഒരു സൈഡിൽ തീരെ വീതി ഇല്ലാത്ത റോഡാണ് കണ്ടോ. ഈ അത്തോളി ടൗൺ എത്തിക്കഴിഞ്ഞാൽ അത്രയും വീതി കുറവാണ്. ഈ രണ്ട് സൈഡിലെ കടകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അതായത് പഴയ കെട്ടിടങ്ങളാ,
പുതിയ കെട്ടിടങ്ങളൊക്കെ ബാക്കിലുണ്ടെങ്കിലും മുന്നിലേക്കുള്ളത് മുഴുവൻ ആ പഴയ കാലത്തുള്ള പഴയ സിനിമകളിലൊക്കെ കാണുന്ന കെട്ടിടങ്ങളില്ലേ, അതേപോലുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത്. വണ്ടി ഇങ്ങനെ പതുക്കെയാണ് എന്തായാലും പോകുന്നത്, കാരണം ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ പോക്കറ്റ് റോഡുകൾ കടന്നു പോകുന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ബ്ലോക്ക് വരുന്നത്. കാരണം അവിടുന്ന് വണ്ടികൾ കയറുന്നൊക്കെ ഉണ്ടല്ലോ. ഞായറാഴ്ച ആയിട്ടും ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട്, എല്ലാ കടകളും പൂട്ടിയിട്ടില്ല. എന്നിട്ടും അത്യാവശ്യം തിരക്കുണ്ട്. വേറെ ജംഗ്ഷന്, ചെറിയ ജംഗ്ഷൻ, റൈറ്റിലേക്ക് റോഡ് പോകുന്നുണ്ട്. സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത്. അപ്പൊ ആ ഒരു ടൗണിന്റെ ഒരു തിരക്ക് അവിടെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം വീണ്ടും നമ്മള് അടുത്ത ടൗൺ എന്ന് പറയാൻ ഉള്ളിയേരിയാണ് ഉള്ളത്. ഉള്ളിയേരി ജംഗ്ഷൻ ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ ഇത്രത്തോളാണ് അത്തോളി ഭാഗം വരെയുള്ള റോഡിന്റെ അവസ്ഥ. അപ്പൊ ഇതൊക്കെയാണ് പൂളാടിക്കുന്ന് മുതൽ അത്തോളി വരെയുള്ള റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. റോഡ് നല്ല റോഡ് തന്നെയാണ്, എവിടെയും കുഴിയോ അതുപോലെ തന്നെ പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ റോഡ് നല്ല വീതി കുറഞ്ഞ റോഡാണ്, ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് നമ്മൾ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ റോഡ് നമുക്ക് വീതി കൂട്ടുമെന്ന് പ്രതീക്ഷിക്കും. കാരണം വീതി കൂട്ടിയിട്ടില്ല, ഇനി വരുന്ന കാലങ്ങളിൽ അത്രയും വാഹനങ്ങൾ കൂടുകയും ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് വരാനുള്ള സാധ്യത. വീഡിയോ എടുത്തത് സൺഡേ ആയിട്ട് പോലും ആ അത്തോളി ടൗണിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട്. അവിടെയൊക്കെ വളരെ ഇടുങ്ങിയ ഭാഗങ്ങളാണ്, കാരണം രണ്ട് സൈഡിലും ഒരുപാട് കടകളും അതുപോലെ തന്നെ പഴയ കുറേ കടകളുണ്ട്. അപ്പൊ എന്തായാലും നമുക്കിത് വീതി കൂട്ടുക അല്ലെങ്കിൽ ബൈപ്പാസ് വഴി വേറെ റോഡ് ഉണ്ടാക്കി എന്തെങ്കിലും ഒന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ റോഡിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.